ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല മേഖല എന്ന് പറയുന്നത് അത് പരിശുദ്ധമാക്കപ്പെട്ട ദിക്റുകളാണ്. ആ പരിശുദ്ധമായ ദിക്റിന്റെ മഹത്വം ഒരാൾ മനസ്സിലാക്കിയിട്ട് അവന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഏതാണോ ആ പ്രതിസന്ധി അള്ളാഹുവിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തിയിട്ട് മനസ്സ് പൊട്ടിയിട്ട് ദുആരന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ, എന്തെങ്കിലും ഒരു നൊമ്പരം വരുമ്പോൾ, അല്ലാഹുവിനെ കൈയൊഴിഞ്ഞല്ലോ, അല്ലാഹുവിനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നതിന് പകരം അല്ലാഹുവിന്റെ ദിക്റുകൾ ചൊല്ലിയിട്ടാണ് നിങ്ങൾ കടന്നു വരുന്നതെങ്കിൽ മാഷാ അല്ലാഹ്, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ ജീവിതം അല്ലാഹു മെച്ചപ്പെടുത്തി തരുന്നതാണ്. അതല്ലാതെ ഇതിപ്പോ ചൊല്ലുന്നുണ്ട് ഇപ്പൊ എന്താ കിട്ടുക? എല്ലായിടത്തും ദിക്റുകളാണ്, എല്ലായിടത്തും സ്വലാത്തുകളാണ്. അതിപ്പോ ചൊല്ലുകൊണ്ട് ഇപ്പൊ എന്താ കിട്ടുക എന്നൊന്നും പറഞ്ഞുകൊണ്ട് കടന്നു പോകണ്ട. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ നീറുന്ന ഹൃദയത്തോടെ അല്ലാഹുവേ പടച്ചറപ്പേ അദ്കാറുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ യാ അല്ലാഹുവേ മാറില്ല എന്ന് പറഞ്ഞിരുന്ന പല രോഗങ്ങളും അല്ലാഹു തആല മാറ്റുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ നല്ല നിയ്യത്തോടെ നല്ല ആഗ്രഹത്തോടെ നമ്മൾ ചൊല്ലുന്ന ദിക്ർ നമ്മളോടൊപ്പം ഒന്ന് ചൊല്ലിയാൽ അല്ലാഹു സങ്കടങ്ങളെ മാറ്റുന്നതാണ്. അതിൽ ഏറ്റവും നല്ലത് ഏതാണെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ സങ്കടത്തിന്റെ വഴിയിലാണ്, ദുഃഖത്തിന്റെ വഴിയിലാണ്, പ്രയാസത്തിന്റെ വഴിയിലാണ്, കണ്ണീരിന്റെ വഴിയിലാണ്. കരുണക്കടലായ അല്ലാഹ്, ഈ പവിത്രമായ ദിൽസിൽ ഇരുന്നുകൊണ്ട് ആരെല്ലാം നല്ല നിയ്യത്തോടെ അല്ലാഹുവിന്റെ പവിത്രമായ ഈ നാമം പറയുന്നു, അവരുടെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ കണ്ണീരുകളെയും നീ മാറ്റിയങ്ങ് കൊടുക്കണേ അല്ലാഹ്. നിന്റെ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ നമുക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. മഹാനായ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പടച്ചറബ്ബേ ജീവിതത്തിൽ ഒരു സങ്കടം പിടിപെട്ടിട്ട് ഇരുന്നു കൊണ്ട് കരയുകയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനുഭാവന്റെ മുമ്പിൽ ഒരാൾ കടന്നു വന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിനാ ഇതുപോലെ കരയുന്നത്? എന്തിനാണ് പ്രയാസപ്പെടുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുമോ? അല്ലാഹുവേ, വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത ദുഃഖമാണ്. എന്ത് പറ്റിയെന്നറിയില്ല, മനസ്സിന് ഒരുതരം ടെൻഷനാണ്, ജീവിതത്തിൽ ഒന്നുമേ ഉണ്ടായിട്ടില്ല. എന്നാൽ നമ്മുടെ മജ്ലിസിൽ കടന്നിരിക്കുന്ന നിങ്ങൾ പോലും ചില സമയത്ത് നിങ്ങൾ പറയും, എന്തേ പറ്റിയെന്നറിയില്ല, എന്തേ ഉണ്ടായതെന്നറിയില്ല. പടച്ചറബ്ബേ, മാനസികമായി ഒരു ടെൻഷനാണ് ഖൽബിന്റെ ഉള്ളില്. എന്റെ പൊന്നു പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഉപ്പമാരെ, നമുക്കെല്ലാവർക്കും ചില സമയത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ എന്തെന്നില്ലാത്ത ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വരികയാണ്. എവിടെന്നാണ് ഈ ടെൻഷൻ വരുന്നത്? ഒന്നുമില്ല, ഒരു കാര്യവുമില്ല, വല്ലാതെ ടെൻഷൻ നമ്മൾ ഇങ്ങനെ തിരക്കി പിടിച്ചു വരുന്നത് പോലെ വീടിന്റെ കത്തട്ടിൽ ഇരുന്നുകൊണ്ട് വല്ലാതെ ടെൻഷൻ അടിച്ച് ചില സമയത്ത് കരയാൻ തോന്നും, കണ്ണുനീര് ഒലിപ്പിക്കാൻ തോന്നും. അങ്ങനെ ഉള്ള അവസ്ഥകൾ ചില നേരത്ത് കടന്നു വരാറുണ്ട്. എന്നാൽ ആ ടെൻഷനും ഉള്ള ദുഃഖങ്ങളെല്ലാം മാറാ അവിടുന്ന് മഹാന്മാരായ സ്വഹാബത്ത് ചൊല്ലിയിരുന്ന ദിക്റേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റാണ്. അല്ലാഹുവേ, നമ്മൾ പടച്ചവനക്ക് വേണ്ടി ചൊല്ലുമ്പോൾ, അല്ലാഹുവിന് വേണ്ടി ചൊല്ലുമ്പോൾ മനസ്സിൽ നിയ്യത്ത് വെക്കണം, അല്ലാഹു മതിയെന്ന്. അതുകൊണ്ടാണ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഹസ്ബി റബ്ബി, അല്ലാഹു എനിക്കെന്റെ അല്ലാഹു മതിയല്ലോ, എനിക്കെന്റെ പടച്ചതമ്പുരാൻ മതി. എന്നാൽ ആ പടച്ചതമ്പുരാനെ നിങ്ങൾ ഇഷ്ടപ്പെക്കണം, നിങ്ങൾ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരുമോ? അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ യാ അല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, എന്റെ ഖൽബിന്റെ ഉള്ളിൽ അല്ലാഹു അല്ലാത്ത ഒന്നും തന്നെ ഇല്ല, അല്ലാഹു അല്ലാത്ത ഒന്നുമില്ല. ഏതെങ്കിലും ഒരാള് ദിവസത്തിൽ നിന്ന് എന്റെ റബ്ബല്ലാത്ത ഒന്നും എന്റെ ഖൽബിലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ മരണത്തിന്റെ നേരം അവനിക്ക് സന്തോഷമാ. ഒരാൾ അല്ലാഹു അല്ലാത്ത ഒന്നും എന്റെ ഖൽബിലില്ല എന്ന ആ ഒരു ചിന്തയിൽ നിങ്ങൾ ഇങ്ങനെ ചൊല്ലി പറഞ്ഞാൽ മരണസമയം നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിന് വേറൊന്നും വേണ്ട, ഈ പാട്ട് ഇങ്ങനെ ചൊല്ലിയാൽ മതി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിറഞ്ഞ മനസ്സോടെ അല്ലാഹു അല്ലാതെ മറ്റൊന്നും എനിക്കില്ല, എന്റെ റബ്ബാണ് എനിക്കുള്ളത്, എന്റെ പടച്ചതമ്പുരാനല്ലാത്ത ഒന്നും എന്റെ ഹൃദയത്തിന്റെ അകത്തട്ടിലില്ല എന്നുള്ള ചിന്തയോടുകൂടി നല്ല നീയത്തോടുകൂടി ചൊല്ലുമോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇരുന്ന് കരഞ്ഞ് കലങ്ങുന്ന കണ്ണുനീരോടെ സങ്കടത്തോടിരുന്ന് കരഞ്ഞ ആ മനുഷ്യന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തത് അല്ലാഹുവേ ദിക്റുകളിൽ ഏറ്റവും അഫ്ളലായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണത്തിന്റെ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പവിത്രമായ കലിമയാ നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ ഇതിനെ പോലെ സന്തോഷമൊന്നുമില്ല, ഇതിനെ പോലെ ആനന്ദമൊന്നുമില്ല, ഇതിനെ പോലെ മനസ്സിന്റെ ഉള്ളിൽ സുഖം തരുന്ന ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ടാണ് ജീവിതം മെച്ചപ്പെടുത്താൻ, അല്ലാഹുവേ രോഗങ്ങൾ മാറാൻ, സങ്കടങ്ങൾ മാറാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ ദിക്ർ ജീവിതത്തിന് വല്ലാത്തൊരു മാറ്റമാണ്. അതുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിന് മുമ്പ് ഒരു 4 വട്ടം എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബദറിലും കേറിയ ബന്നൂറേ ബറക്കത്തു നിറഞ്ഞ ഷഫീഊരേ ആമന്നാ ബി റസൂലില്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൽബിൽ കുളിരായി വന്നതും ആനന്ദത്താലേ നിറഞ്ഞതും ഖൈറിൽ നീലാവിലോദീത്തതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കരുണക്കടലായ ത്വാഹ നബി അലിവിൻ കുളിരായ പുണ്യ നബി ആമീന ഉമ്മദൻ സ്നേഹക്കനി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
കരുണക്കടലായ തമ്പുരാനെ, കാരുണ്യവാനായ അല്ലാഹ്, നീയല്ലാത്ത ഒരിലാഹ് ഞങ്ങളുടെ ഖൽബിലില്ല എന്ന് ഞങ്ങൾ നല്ലതുപോലെ ചൊല്ലിവരാണ് തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ഈ ദിക്ർ നമ്മൾ ചൊല്ലുമ്പോൾ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ ദിക്ർ ആരൊക്കെയാണോ നല്ല നീയത്തോടെ, നല്ല ചിന്തയോടെ, നല്ല മനസ്സോടെ ആരാണ് ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ചൊല്ലുന്നത്, അവരുടെ പുന്നാര മക്കൾക്ക് രോഗങ്ങൾ വെക്കല്ലേ അല്ലാ, സങ്കടങ്ങൾ വെക്കല്ലേ അല്ലാ, വിഷമങ്ങൾ വെക്കല്ലേ അല്ലാ. പടച്ചവനെ, നീറുന്ന മനസ്സോടെ പല മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞ്, അതുപോലെ അമ്മായിന്റെ കാല് പഴുത്തിട്ട് അവിടെ നിന്ന് പഴുപ്പ് വരുന്നുണ്ടെന്ന് പറഞ്ഞവർ, അതുപോലെ മക്കൾക്ക് ചൊറിയാണെന്ന് പറഞ്ഞവർ, അങ്ങനെ പല പല രോഗങ്ങൾ പറഞ്ഞിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാഹ്. എല്ലാ സങ്കടങ്ങളും, എല്ലാവരുടെ വേദനകളും നീ മാറ്റണേ അല്ലാഹ്. ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്, ആവലാദികളെ മാറ്റണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ മജ്ലിസിൽ ആരൊക്കെയാണ് വളരെ കുറച്ചു നേരം ഞങ്ങളോടൊപ്പം ഇരിക്കുന്നത്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുകൊണ്ട് ഖൽബ് റബ്ബിൽ കൊടുത്ത് നല്ല ചിന്തയോടെ ഖൽബിലുള്ള ചിന്തയൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് എല്ലാവരും ഒന്ന് ചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അബ്ദഉ ബിസ്മിൽ വാഹിദി ഹംദൻ ലഹു ബിൽ ആബിദി സല്ല അലാ മുഹമ്മദി വൽ ആലി വസലാമുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം ബബാബ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദിരീങ്ങളെ ബറക്കത്തിനാൽ എമൈകാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. لا رب سيباك على من كل آفات بلا لا مصيبات ولا أن تحميني يا الله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله.
يسر سكرات الليا طميت دين المنجيا يا من بقي الغابيا قيني دواما يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ പരിശുദ്ധമായ ദിക്ർ ചൊല്ലിയവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പവിത്രമായ കലിമ ചൊല്ലിയവർ അല്ലാഹുവേ ഈ മജ്ലിസിലുണ്ട് റബ്ബേ അല്ലാഹുവേ ജീവിച്ചിരിക്കുമ്പോ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ കൊടുത്ത് സങ്കടങ്ങൾ കൊടുത്ത് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാഹ് പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് ദുഃഖിക്കുന്നവരുണ്ട് കണ്ണീരിൽ കഴിയുന്നവരുണ്ട് അല്ലാഹുവേ ഒരുപാട് കടങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട് യാ അല്ലാഹ് എല്ലാവരുടെ കടങ്ങളെയും നീ മാറ്റണേ അല്ലാഹ് നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ് വിഷമങ്ങളെ മാറ്റണേ അല്ലാഹ് ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ് അല്ലാഹുവേ ഒരുപാട് കൊച്ചുമക്കളുണ്ട് പടച്ചവനെ ആ പൊന്നുമക്കളൊക്കെ ഞങ്ങളോടൊപ്പം ഇരുന്നുകൊണ്ട് അല്ലാഹുവേ എന്റെ മകനെ കണക്കുള്ള ഒരുപാട് കൊച്ചുമക്കള് വീടിന്റെ ഉള്ളിലുമുണ്ട് അവര് ദിക്ർ ചൊല്ലുന്നുണ്ട് അവര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അവർ നിഷ്കളങ്കരാണ് റബ്ബേ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളില് ആരെ പറ്റിയും വെറുപ്പില്ല റബ്ബേ തിന്മകളില്ല റബ്ബേ ആ പൊന്നുമക്കളും വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ ആ സദസ്സിൽ ദുആക്ക് ഉത്തരമുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അല്ലാഹുവേ ഈ പവിത്രമായ മജ്ലിസിൽ ആര് എന്തെല്ലാം നിയത്ത് വെച്ചുകൊണ്ട് കാത്തിരുന്നോ അതിന് നീ പരിഹാരം കൊടുക്കണേ അല്ലാഹ് പരിഹാരം കൊടുക്കണേ അല്ലാഹ് പരിഹാരം കൊടുക്കണേ അല്ലാഹ് പടച്ചോനെ ഒരാളെയും കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാഹ് കടക്കാരാക്കി മരിപ്പിക്കല്ല അല്ലാഹ് കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ അല്ലാഹുവേ കടക്കാരാക്കല്ല അല്ലാഹ് കടക്കാരാക്കല്ല റബ്ബേ സല്ലല്ലാഹു വസല്ലമ റബ്ബുനാ അലർ റസൂലി നബീനാ മുഹമ്മദിൻ ഹബീബിനാ ഫകുല്ലനാ യാ റബ്ബനാ സല്ലല്ലാഹു വസല്ലമ റബ്ബുനാ അലർ റസൂലി നബീനാ മുഹമ്മദിൻ ഹബീബിനാ فكلنا يا ربنا صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا صلى وسلم ربنا على الرسول نبينا محمد حبيبنا فكلنا يا ربنا صلى وسلم
على الرسول نبينا محمد حبيبنا كلنا يا ربنا അല്ലാഹുവേ ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ കാക്കണേ അല്ലാ. എല്ലാവരും ഒന്ന് ചെല്ലുമോ, മാരകമായ രോഗങ്ങളല്ലേ അല്ലാഹു മാറ്റിത്തരട്ടെ. യാ അല്ലാഹു യാ അല്ലാ 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 യാ അല്ലാഹു യാ അല്ലാ. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. ഈ പവിത്രമായ മജ്‌ലിസിൽ ഇരുന്നുകൊണ്ട് ആരൊക്കെ ആമീൻ പറഞ്ഞോ അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ. രോഗങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ പോലെ, അപസ്മാരം പോലെ, അറ്റാക്ക് പോലെ അങ്ങനത്തെ ഒരു രോഗം കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. ഒരു ദുഃഖവും കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല അല്ലാ. ഒരു സങ്കടവും കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഈമാനികമായ ചിന്ത തരണേ അല്ലാ. പടച്ചോനെ ഒരിക്കലും കണ്ണീരിലും സങ്കടത്തിലുമാകുന്ന ഒരവസ്ഥ തരല്ലേ അല്ലാ, ഒരവസ്ഥ തരല്ലേ അല്ലാ, ഒരവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ കൊളസ്ട്രോൾ പോലെ, വെരിക്കോസ് പോലെ, ഷുഗർ പോലെ അങ്ങനെ തുടങ്ങിയിട്ട് നൂറ് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ആവലാദികളും വേവലാദികളും സങ്കടങ്ങളും തന്നുകൊണ്ട് ഞങ്ങളാരെയും നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ. പടച്ചവനെ മജ്‌ലിസിൽ വളരെ കുറച്ച് സമയം ഇരിക്കുന്നവരാണ്, എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. എല്ലാവരെയും കബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. സങ്കടങ്ങളും ദുഃഖങ്ങളും കൊടുക്കല്ല അല്ലാ. പടച്ച റബ്ബേ, അല്ലാഹുവേ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, അല്ലാഹുവേ വിജ്ഞാനത്തിന്റെ ഗോപുരമായ അല്ലാഹുവേ ഒരുപാട് ആലിമീങ്ങളുടെ ഹൃദയാന്തരങ്ങളുടെ ഉള്ളിൽ പടച്ച റബ്ബേ ഇൽമിന്റെ പ്രകാശം കോരിച്ചൊരിഞ്ഞു കൊടുത്ത ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് ഇന്ന് ഖബറിന്റെ അകത്തട്ടിലാണ് റബ്ബേ. അല്ലാഹുവേ ഒരുപാട് ശിഷ്യന്മാരെ വാർത്തുവിട്ട പണ്ഡിത സൂര്യനാണ് അല്ലാഹുവേ. ഖബറുടമ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ. കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. ശിഷ്യന്മാരും മറ്റുള്ളവരെല്ലാവരും ഓതുന്ന ഖത്മുകളുടെ പ്രതിഫലങ്ങൾ ആ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ഖബറിടത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.